മണ്ടു മണ്ടു ആ ആ മോട്ടർ ഒന്ന് ഓണായിക്ക. എന്താ ആ മോട്ടർ ഒന്ന് ഓണാക്ക്. പൈപ്പിലെ വെള്ളമില്ല. പൈപ്പില് വെള്ളല്ലേ? ഇല്ല. എന്താ മറന്നു പോയോ? മോട്ടർ കേടായിട്ട് എത്ര ദിവസമായി? അപ്പൊ ചന്ദ്രനെ ഞാൻ ആ സാധനം മേടിക്കാൻ പൈസ കൊടുത്താണല്ലോ അങ്ങോട്ട് നേരാക്കില്ലേ? നേരാക്കി വെള്ളം വരില്ലേ? ഒരു കാര്യം ഓർമ്മയില്ല, ബോധമില്ല. ഫോണിന്റെ എടുത്താ എന്താ ഫോണിന്റെ എടുക്ക്. ഫോൺ എടുക്കാതെ കുറവുള്ളൂ, വേണമെങ്കിൽ പോയി എടുക്ക്. പൂ പറിക്കാനൊക്കെ നേരണ്ടല്ലോ. ഒന്ന് പോയി അന്വേഷിക്കാൻ പാടില്ല. ഭഗവാനെ, ആരോടാ ഇതൊക്കെ പറയുന്നു? ആ അതിന് ആരോടാ ഇതൊക്കെ പറയണേ? എന്റെ പൊന്നു ഭഗവാനെ, ഇങ്ങോട്ട് മാറിക്കാടുന്നു. എങ്ങനെ മാറിക്കാൻ? വേഗം വന്ന് നന്നാക്കാൻ പറയൊന്ന്. രാഘവട്ടാ, ആ മേശിരി ചന്ദ്രല്ലേ ഇലക്ട്രീഷ്യൻ പണിക്കൊക്കെ പോണത്? ഇവിടെ എങ്ങാനും വന്നാള്? എന്തേ? ഒന്നും പറയണ്ടെന്നേ. വീട്ടിലേ ആ മോട്ടർ കത്തിപ്പോയിട്ടേ അത് നേരാക്കി തരാന്നും പറഞ്ഞിട്ട് കുറച്ച് സാധനം മേടിക്കണം എന്നും പറഞ്ഞ് കാശ് മേടിച്ചു പോയതാ. ആ എത്ര ദിവസമായിട്ടും കാണാനില്ല. ഫോൺ വിളിച്ചാട്ട് എടുക്കണില്ല. ഞാൻ ഇപ്പൊ അവന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ ആ വീടൊക്കെ അവൻ വിറ്റിട്ട് വേറെ എവിടെ താമസായി എന്ന് പറഞ്ഞു. അതെ, നല്ലൊരു വീടായിരുന്നു അത്. ആ നല്ല വീട് വിറ്റിട്ട് ഒരു കിഴക്കോട്ട് തീട്ടപ്പറമ്പിൽ പോയി താമസിക്കുക. എന്തെന്ന് പറയണ്ടീനല്ലോ. അല്ല, ഇപ്പൊ അവനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നേ. അതൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. ഈശ്വരൻ തീരുമാനിക്കും ഓരോന്ന്. ഇവൻ എവിടെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന്. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോവാന്നല്ലാണ്ട് അതിപ്പോ അവന്റെ യോഗം അതാണ്. എവിടെ ഇപ്പൊ വീട്? എവിടെ? അത് ഇവിടുന്ന് കിഴക്കോട്ട് പോയിട്ട് ആകെ ഒരു 3 മിനിറ്റേ കൊണ്ടു അടുത്തേക്ക്. കിഴക്കോട്ട് പോയിട്ട് ആടുന്ന് വടക്കോട്ട് ഒരു ഇടവഴിയുണ്ട്. അതിൽ 2-3 വീട് കഴിഞ്ഞാൽ ആടുന്ന് വീണ്ടും കിഴക്കോട്ട്. അല്ല, ആദ്യം പോണ്ടത് ആദ്യം ഈ നേരെ റോഡിൽ പോവാ. ആടുന്ന് പിന്നെ വടക്കോട്ട് ഒരു ചെറിയ റോഡുണ്ട്, ഇട റോഡ്. ആ ഇട റോഡിൽ 2-3 വീട് കഴിഞ്ഞാൽ പിന്നെ കിഴക്കോട്ട് തന്നെ. പിന്നെ കിഴക്കോട്ട്? കിഴക്കോട്ട്. ആടുന്ന് പിന്നെ അത് വീണ്ടും പിന്നെ വടക്കോട്ട് തിരിഞ്ഞിട്ട് കുറച്ച് പോവാൻ 2-3 മിനിറ്റ് വേണ്ടു. 5 മിനിറ്റ് മാക്സിമം വേണ്ടു. രാഘവട്ടാ, ഒന്ന് എന്റെ കൂടെ വരും. ആ വീടൊന്ന് കാണിച്ചു തരും. കടയിൽ ആളില്ലാന്ന്. 5 മിനിറ്റല്ലേ വേണ്ടു. ഒന്ന് കാണിച്ചതാ. കടയിലെ സാധനം ആരെങ്കിലും എടുത്തു കൊണ്ടുപോയില്ലേ? ഇക്കാലത്ത് ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ലെന്ന്. എന്റെ രാഘവേട്ട, അതൊക്കെ ദൈവം നോക്കിക്കോളും. ദൈവം നോക്കിക്കൊള്ളുന്ന എന്റെ രാഘവേട്ടൻ ഒരു കാര്യം പറയട്ടെ. രാഘവേട്ട ഇപ്പൊ ജനിക്കുമ്പോ ഈ കടയൊന്നും ഉണ്ടായിരുന്നില്ല. രാഘവേട്ടന് ഇങ്ങനെ ഒരു കട വേണമെന്നും ആ കടയുടെ ഉള്ളിലിരുന്ന് കച്ചവടം ചെയ്ത് ജീവിക്കണം എന്നും ദൈവം തീരുമാനിച്ചാണ്. അതങ്ങനെ നടക്കൂ. ഇതെന്താ പ്രശ്നം? ഒക്കെ ദൈവം നോക്കിക്കോളൂ. രാഘവേട്ടൻ നിന്റെ കൂടെ വാ. അതല്ല സുഗത, ഞാനില്ലാതെ കടയിൽ ആരെങ്കിലും ആള് വന്നാ ആ കച്ചവടം പോവില്ല, അവർ മടങ്ങി പോവില്ല എന്നെ കാണാത്തോണ്ട്. അയ്യോ, എന്റെ രാഘവേട്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. രാഘവേട്ടനെ കിട്ടാൻ വെച്ചത് രാഘവേട്ടനെ കിട്ടും. എല്ലാം ദൈവ നിശ്ചയാണ്. ഇനിയിപ്പോ രാഘവേട്ടൻ കട പൂട്ടിയിട്ട് വീട്ടിൽ പോയിരിക്കാന്ന് വെച്ചോ, അപ്പോഴും രാഘവേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് സാധനങ്ങൾ മേടിക്കും ആൾക്കാര്. എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നാ പോരെ? ദൈവം ആളെ കൊണ്ടു തരില്ലേ? അതെങ്ങനെ രാഘവേട്ട? രാഘവേട്ടൻ കടയിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് യോഗം. അതുകൊണ്ടാണല്ലോ ദൈവം ഇങ്ങനെ ഒന്ന് തീരുമാനിച്ചത്. രാഘവേട്ടൻ എന്റെ കൂടെ ഒന്ന് വാ. എന്നാ പോവാ. ഇത് പോയിട്ട് നേരെ ആദ്യം കിഴക്കോട്ട് പോകണം. എന്ത് കളിക്കാനാ? എത്ര കാലായി? ഒരു 100 റുപ്യ അല്ലേ? ഒരു മാസായില്ലേ മായിട്ട്? കരിങ്കോയി മാണോ മറ്റേ അമ്മമ്മ കോയിന് അമ്മമ്മ അറിയാണ്ട് പിടിച്ചെന്നേ. ഞാൻ പൈസ ഇല്ല, ഞാൻ പറ്റിക്കൂല. ഈ ഒരു മാസമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുവല്ലേ? ഒരു കാര്യം ഞാൻ രാഘവട്ടോട് പൈസ ഞാൻ വിടുവല്ല, ഉറപ്പിഞ്ഞ. എന്നാ ചെല്ലി രാഘവട്ടോട് ഒരു പൈസ കൊടുക്കണ്ടേ? പൈസ എനിക്ക് പൈസ വേണോ? നിന്റെ പൈസ ഞാൻ എന്റെ പൈസ തരണോ? നാട്ടിൽ ഒരാളെ ഞാൻ പറ്റിച്ചു. 100 കൂടി എന്നെ പറ്റിച്ചപ്പോ ഞാൻ എത്ര പ്രാവശ്യം ഈ രാജൻ വൈദ്യര് പറഞ്ഞു, ഈ കരിങ്കോയിന്റെ ഇറച്ചി എന്റെ ചോറി കഴിച്ചു കഴിഞ്ഞാൽ തടിയൊന്നും ശളവും ബുദ്ധിയൊന്നും വികസിക്കുന്ന കഷ്ടകാലത്തിന് കരിങ്കോയിന്റെ ചോറി ഇറച്ചി പറ്റത്തുന്നത് ഒരു കാര്യമില്ല. ഒരു മണ്ണാക്കട്ടയും വന്നിട്ടില്ല. എനിക്ക് 100 റുപ്യ വലിയ പൈസ. നീ രാജൻ വൈദ്യരോട് വിളിച്ചോ. രാജൻ വൈദ്യരോട് വിളിച്ചോ. രാജൻ വൈദ്യരെ കോയിൽ എന്റെ അമ്മമ്മന്റെ കോയല്ലേ? അതെയാ? എന്നാ പിന്നെ ഞാൻ എന്റെ ലോട്ടറി എടുത്തിട്ടുണ്ട്, അത് അടിക്കട്ട്. നിനക്ക് 100 അല്ല 500 ഞാൻ തരും. പണിയെ പൈസ വേണ്ടേ? സുധി, നീ വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയല. പൈസ രാവട്ടിന് കിട്ടിയില്ല. സോഡ വേണോ? സോഡ. സോഡയുണ്ട്. സോഡയും പിന്നെ ലൈസ് വേണം 5 എണ്ണം. ലൈസ് 5 എണ്ണ. പിന്നെ പറഞ്ഞോണ്ട് പിന്നെ ഇത് വേണം, മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. ഏതാ ബ്രാൻഡ്? ബ്രാൻഡി ഓഫ് വിസ്കി? ബ്രാൻഡി. ഞാനും ബ്രാൻഡി. അത് ബ്രാൻഡിക്ക് ഇതെല്ലാം വേണ്ട, എരിവ് വേണ്ടേ? വേറെ ബിസ്ക്കറ്റ് ഉണ്ടോ? ബിസ്ക്കറ്റ് ഉണ്ടോതാ?
ഈ രാഘവട്ടം വെച്ചെടുത്തൊരു സാധനം വെക്കൂല. ഓറഞ്ച് കളർ. ബിസ്ക്കറ്റ്, നല്ല അടിപൊളി ബിസ്ക്കറ്റ്. 1 ലിറ്റർ സോഡ. അത് അപ്പൊ എത്ര ഏട്ടാ? കണക്ക് കൂട്ടാറെ കണക്കിന്റെ മാഷാക്കി ഒരു 100 കൊടുക്കാൻ കൈമ്പ് ആവശ്യമുണ്ട്. 150. ആ സോഡ എത്ര ഏട്ടാ? പൈസ അതിൽ വേഗം പോ. ഓക്കെ. എത്ര ആരല്ലേ? എത്ര ആരല്ലേ? 100 പിടി പോല പോകുമ്പോ വീട്ടിൽ പോയി കഴിച്ചു കേട്ടോ. എടുത്തോടാ. ഇയാൾ ഏത് ഭാഗത്താ ഇപ്പം വരല് പറയാൻ പറ്റുള്ളൂ. രാഘവട്ടാ വളരെ ഉപകാരം. അതെ, നമുക്ക് പോയിട്ട് സാധനം മേടിച്ച് കയ്യോടെ നേരാക്കും. എന്റെ ഞാൻ ഇട്ട തൂക്കിയിട്ട് സാധനം എടുത്തു 5 തൂക്കിയിട്ട് പോയില്ലേ? എന്തെല്ലാം പോയിട്ടുണ്ടാവും. ഇനി എന്താ നോക്കണ്ടേ? എവിടെയാ നോക്കണ്ടേ? ഇവിടെ ഉണ്ടായിരുന്നു. എന്തെല്ലോ പോയി. നീ ആയിരിക്കും അതിന്റെ പൈസ തരണം. എന്തിനു ഞാൻ തരുന്നേ? പിന്നെ ആര്? നീ അല്ലേ പറഞ്ഞു ദൈവം നോക്കിക്കോളും നിങ്ങൾ ആത്മാട്ടായിട്ടെന്ന്. അല്ല നിങ്ങൾ ഇവിടെ വന്നു തരും. അത് പിന്നെ രാഘവേട്ടാ, ഇന്നത്തെ ദിവസം രാഘവേട്ടൻ എന്റെ കൂടെ കടയിൽ നിന്ന് പുറത്തു വരണമെന്നും ആ സമയത്ത് ആരെങ്കിലും വന്ന് ഇത് എടുക്കുന്നും ദൈവനിശ്ചയവും. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എടാ സുഗത, ഞാൻ അമ്പലത്തിൽ പോലും കാണിക്കയിടലും പ്രാർത്ഥിക്കലെല്ലാം ഉണ്ട്. ദൈവം തരുന്ന വിചാരിച്ചിട്ട് വീട്ടിൽ പോയി മരുന്ന് കിടന്നാല് ദൈവം ഇങ്ങ് ഉരിച്ചു തരുകയും ചെയ്യില്ല. നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ തരേണ്ട പൈസ എനിക്ക് നീ തരണം. ആ പൈസ നീ തരണം. രാഘവേട്ടാ, മണ്ടോദരിക്ക് ശമ്പളം കിട്ടിയിട്ട് പൈസ എനിക്ക് തന്നിട്ടില്ല. അവള് പൈസ തരുമ്പോ ഞാൻ കൊടുന്നു തരാം. അതും ദൈവനിശ്ചയമായിരിക്കും അല്ലേ? ഞാൻ പോട്ടെ. ശരി, കൊണ്ടുവന്നു തരും. രാഘവട്ടാ സുഖല്ലേ? ഒരു കോലുമുട്ടായി വേണം. പൈസ ഉണ്ടാ? കട തരാനാവൂല. 40 ഉറുപ്പ ഞാൻ തരാൻ. അതെടുത്തോ. കോലുമുട്ടായിന്റെ എടുത്തോ. ബാക്കി 5 ഉറുപ്പ തന്നെ. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം അങ്ങനെയുണ്ട് അല്ലേ? ഇപ്പൊ പൊതുവെ കച്ചവടം കുറവാന്നല്ലായിരിക്കും. ബാക്കി ബാലൻസ് 5 ഉറുപ്പ താവാട്ടെ. ആ തരുന്ന്. ആ തരാണ്ടോ നോക്കൂല. ഓ വീട് നിർത്ത പൈസ വീട് തന്നെ കൊടുത്തു. കുറ്റബോധത്തിന്റെ ആവശ്യമില്ല, കള്ളത്തരവില്ല. താങ്ക്സ്. എന്തിനാ താങ്ക്സ്? നോ മെൻഷൻ.
ഞാൻ ദൈവമൊന്നല്ല അങ്ങനെ ആരുടെ ഒഴിയാൻ. ഞാൻ നിന്നൊഴിഞ്ഞതല്ല, ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ച ഈ സമയത്ത് നിന്നോടാരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു? ഞാൻ ഇവിടെ ആദ്യം ഇരുന്നത്. ഒന്നാമത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണോ വേണ്ടത്? ബഹുമാനത്തോടെ എണീറ്റിട്ടുണ്ടേ. ഇല്ല, ഞാൻ തലൂത്തിക്കാം. ഇവിടെ ഒരാൾക്കുള്ള വട്ട് പോരാ, ഇനി എന്നെ കൂടെ വട്ടാക്കാത്ത കുറവുള്ളൂ. എന്താ ഇവിടെ ഈ പറയണ? ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടില്ലേ ഞാൻ ഈ ദൈവത്തിന് പ്രാർത്ഥിക്കണത്? അതിനിങ്ങനെ വേഷം കെട്ട് കാണിക്കല്ല വേണ്ടത്. ഇത് വേഷം കെട്ടാത്? പിന്നെ അല്ലാതെന്താ ഒറ്റമുണ്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക, ആൾക്കാരൊക്കെ നോക്കി ചിരിക്കും. എന്റെ ഭഗവാനെ, ഇവൾക്ക് അറിവില്ലാത്തത് കൊണ്ട് പറയണതാണ്, അവൾക്കൊന്നും വരുത്തല്ലേ. അതെ, കുടുംബത്തിലെ ഐശ്വര്യം വേണമെങ്കിലേ കുടുംബത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. എന്താണ് ഇവിടെ കൃത്യമായിട്ട് നടക്കാത്തുള്ളത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യണുണ്ടോ? ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? എന്താ നീ ചെയ്യേണ്ട കാര്യം? ഞാൻ സമ്മതിക്കായിരുന്നു. ആ കൊച്ചു 10ാം ക്ലാസ്സിലെ ട്യൂഷന് വിടണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കണ്ടോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞു അവനെ ട്യൂഷൻ വിടാതിരിക്കാനുള്ള കാരണം പലതവണ ഞാൻ നിന്റെ ആങ്ങളെ വരുന്നുണ്ടല്ലോ. എന്താവശ്യത്തിനാണാവോ? എന്തിനിപ്പോ ആവശ്യം? പെങ്ങളെ അളിയനെ കാണണമെന്ന് തോന്നിണ്ടാവും. അല്ലാതെ നിങ്ങളുടെ അനിയൻ ആ മന്മഥം വരുമ്പോലെ പൈസക്ക് വേണ്ടി വരണല്ല. കണ്ടറിയാം. എങ്ങോട്ട് പോണേ? പൂജ തുടങ്ങിയോ അളിയാൻ? എന്താ എപ്പഴാ പൂജ ഇല്ലാത്ത? വിശ്വാസൊക്കെ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞ കേക്കണ്ടേ? ആ കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല, അതന്നെ വലിയ കാര്യല്ലേ. പിന്നെ അതെ, ഞാൻ പറയായിരുന്നു ശീതളേട്ടാ, ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. എനിക്കൊരു 5000 ഉറുപ്പിയുടെ അത്യാവശ്യമുണ്ട്. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ട ഫ്രണ്ട് പറഞ്ഞു. എന്തിനും മാർഗം ഉണ്ടോ നോക്കും. കണ്ടോ ആ തലൊന്നിട്ട് മാറ്റി. എന്തേ? അല്ല, ഈ വന്നിരിക്കണതേ എന്റെ അനിയൻ മന്മഥനാണോ അതോ അളിയൻ ശീതളനാണോ എന്ന് ഉറപ്പുവരുത്തിയതാ. അളിയെ കളിയാക്ക? കളിയാക്കിയതല്ല അളിയാ. അപ്പൊ അളിയങ്ങോട്ട് വരുമ്പോ ഇവിടെ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ ആങ്ങളെ വരുന്നതേ നമ്മളെ കാണാനാണ്, അല്ലാണ്ട് നിങ്ങളുടെ അനിയൻ വരുന്ന പോലെ കാശിനല്ലാന്ന്. അപ്പൊ അളിയനാണോ അനിയനാണോ എന്നൊന്ന് ഉറപ്പുവരുത്തണല്ലോ. ആക്കല്ല അളിയാ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തന്നേക്കാം. ഇപ്പൊ പൈസയുടെ കാര്യമാണോ വലുത്? പിന്നെ അല്ല, ഇവിടെ വേറെ കാര്യങ്ങളും ഉണ്ടല്ലോ. ശീതളേട്ടൻ കേക്കണം, മോൻ 10ലല്ലേ, അവനൊരു ട്യൂഷൻ ക്ലാസ്സിൽ വിടാൻ പറഞ്ഞിട്ട് കേക്കണില്ല. ട്യൂഷൻ വിടണട്ടാളിയാ, കുട്ടീനെ ട്യൂഷൻ വിടണ, അല്ലെങ്കിൽ A+ എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. എന്റെ അളിയ എന്തിനാ അവന് ട്യൂഷന് വിടണത്? അവൻ 10ാം ക്ലാസ് പാസ്സായിട്ട് എല്ലാ വിഷയത്തിലും A+ കിട്ടണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അതിന് ട്യൂഷന് വിടണമെന്നൊന്നുമില്ല. എന്നാ പിന്നെ അവനെ സ്കൂളിലേക്കും വിടണ്ട, അവൻ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങിക്കോട്ടെ. ദൈവം വിചാരിച്ച വെറുതെ കിടന്നുറങ്ങണവനും A+ കിട്ടും. എന്റെ അളിയ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്, ദൈവദോഷം ഉണ്ടാവും. അളിയ, ഞാൻ ദൈവത്തിന് നിന്നിച്ചോന്നല്ല, ഞാനും ദൈവവിശ്വാസിയാണ് എന്ന് വിചാരിച്ചിട്ട് ദൈവം എല്ലാം ഉരുട്ടി വായിലേക്ക് വെച്ച് വരും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുന്ന പട്ടിണി ഇറന്ന് രാവിലെ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ എന്നാ. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യണം, എന്നാലേ അതിന്റെ കർമ്മഫലം കിട്ടുള്ളൂ. അല്ലാണ്ട് ഒന്നും ചെയ്യാണ്ടെങ്കിലും കുത്തിയിരുന്നിട്ട് കർമ്മഫലം ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന നടക്കുവോ? അങ്ങനെയൊന്നല്ല. ഏത് നേരം ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരുന്ന പറഞ്ഞേക്കണത്. അതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും നടക്കണുണ്ട്. ശരിയത് കൃത്യമായിട്ട് നടക്കണ്ടല്ലോ. പുള്ളി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ദൈവം മണ്ടോദരിയുടെ വേഷത്തിൽ ഇങ്ങോട്ട് വരിക, പഞ്ചായത്ത് ഓഫീസിൽ പോവുക, ജോലി എടുക്കുക, അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മേടിക്കുക, അതിന് അരി മേടിച്ച് ഈ സുഗതനെ തീറ്റിക്കുക. എന്താ അങ്ങനെ പറയുന്നത്? ഞാനും ജോലിക്ക് പോയിരുന്നല്ലേ, പല ജോലിയും ചെയ്താ. കച്ചവടം പൊളിഞ്ഞു, ഞാൻ വീട്ടിലായി, അതിനെന്ത് ചെയ്യാനാ? കച്ചവടം പൊളിയാനുള്ള എന്താ കാര്യം? അതെന്താ കാര്യം? ഈ ദൈവവിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അളിയൻ എല്ലാവരെയും ക്യാഷിൽ പിടിച്ചിരുത്തിയിട്ട് അളിയൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ പിന്നെ അവരും പ്രാർത്ഥിച്ചോണ്ടിരിക്കാനല്ല, അവർക്ക് കിട്ടാനുള്ളൊക്കെ അവരെടുത്തു. അതന്നെ, അപ്പൊ ദൈവം കണ്ടില്ല. എന്റെ ഭഗവാനെ, ഇവരെന്തൊക്കെ ഈ പറയണേ? അവരോട് പൊറുക്കണേ ദൈവേ. അതെ, നീ അറിയാതെ ഓരോന്ന് പറയല്ലേ. എനിക്ക് അങ്ങനെ കച്ചവടം പൊളിഞ്ഞത് ദൈവനിശ്ചയാണ്. ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിന് ഇറങ്ങണമെന്നും അത് പൊളിയണമെന്നും വീട്ടിലിരിക്കണം എന്നാണ് ഭഗവാന്റെ നിശ്ചയം. അത് നടന്നു, അതിനെന്താ കുഴപ്പം? അത് ശരി. എന്നാ ഒരു ദൈവനിശ്ചയം കൂടി ഞാൻ പറയാം. ഞാൻ അത്യാവശ്യം ഒരു 5000 ഉറുപ്പിയുടെ കാര്യത്തിന് അളിയന്റെ അടുത്ത് വന്നപ്പോ അളിയൻ ആ കാശ് എനിക്ക് എടുത്ത് തന്നെന്നും ഞാൻ സുഖമായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയി എന്നും ഒരു ദൈവനിശ്ചയുണ്ട്. ആ കാശ് ഇങ്ങോട്ട് താഴെ, ഞാൻ പോട്ടെ. നേരില്ല, അങ്ങനെ ഒരു ദൈവനിശ്ചയം ഇല്ല. കാരണം ദൈവം അങ്ങനെ നിശ്ചയിക്കില്ല. ദൈവത്തിന് അറിയാം എനിക്ക് നിനക്ക് തരാം 5000 ഉറുപ്പ്യ ഇല്ലാന്ന്. എന്നാ വേറെ ദൈവനിശ്ചയം ഞാൻ പറയാം. എന്റെ ആങ്ങളെ വന്ന് 5000 ചോദിക്കൂന്നും ആ 5000 ഞാൻ കൊടുക്കൂന്നും ദൈവത്തിന്റെ ഒരു നിശ്ചയുണ്ട്, ഞാൻ തരാം. ദൈവമേ, എന്തെങ്കിലും ഒന്ന് വേഗം നിശ്ചയിക്കും. ഇനിയിപ്പോ അത് പോയി മുടക്കണാവോ? ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്. എല്ലാവരുടെ അടുത്തും കൈ നീട്ടണായിട്ട് നല്ലല്ലേ വെച്ചിട്ടപ്പോ പിടിക്കുക വന്നു. വല്ലാത്തൊരു ദൈവനിശ്ചയം.
അതെ എന്റെ പറ്റ് 1450 രൂപ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 1450. അല്ല ഒരു 150 രൂപ ഇവിടെ ഉണ്ട്. 150? എന്താ മേടിച്ചത്? അത് ഒരു പാക്കറ്റ് സിഗരറ്റും പഴവും. സിഗരറ്റാ? ഞാനോ? ഇത് വലിച്ചു. രാഘവട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഇന്നേ വരെ സിഗരറ്റ് വലിച്ചിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവിടുന്ന് സിഗരറ്റ് വാങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളിത് ഇത് ആരെ പേരേതൊന്ന് നേരെ നോക്കിയത് വായിച്ചേ? മദനൻ. ഞാൻ മന്മഥൻ. ഈ മദനന്റെ വീട്ടിലെ സാധനം അല്ല, അതിന്റെ കാശ് ഞാനാണോ കൊടുത്തോണ്ടിരിക്കുന്നത്? വായിക്കുമ്പോ തെറ്റിപ്പോയതല്ലേ. പക്ഷെ നിങ്ങള് തെറ്റാന്ന് പറഞ്ഞ കാശ് എന്റെയാണ് പോണത്. അതെ, അത് ഞാനത് ഇത് അടുത്തടുത്തായതുകൊണ്ട് മദനും. ചേട്ടാ, നിങ്ങൾ ആദ്യം ഒരു കണ്ണട മേടിച്ചു വെക്ക്. കണ്ണട മേടിച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. കന്നടയിലുണ്ട്. ഉണ്ട്, അത് വെക്കരുത്. അത് എടുത്തിട്ടില്ല. ഇപ്പൊ അവന്റെ വീട്ടിൽ ചെലവെല്ലാം ഞാനാണ് കൊടുത്തത്. എനിക്ക് എന്റെ കാശ് ഇതെല്ലാം ഞാൻ നോക്കണം. ഇവിടെ എപ്പോഴും ഇത് മേടിച്ചാലും ഇതുവരെ ഒന്നും തെറ്റിയില്ല. ഇന്നിപ്പോ അത് വായിക്കുമ്പോ തെറ്റിപ്പോയതാണ്. അങ്ങനെ സമ്പാദിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല. ചേട്ടാ, കടം മറ്റേ രണ്ടാമത്തെ മോന്റെ കല്യാണക്കാരി എന്തായി? ഒന്നും ശരിയല്ല. അവന്റെ കൂട്ടുകെട്ടാണ് ശരിയല്ലാത്തത്. ആദ്യം അത് നന്നാക്കാൻ പറയും. ജ്യോതിഷന്മാർ നോക്കുന്ന ജ്യോതിഷന്മാരിലും ജാതകം ശരിയില്ല. അല്ല, ജാതകം ശരിയല്ല. എന്താ ഈ ജാതകം? ഇത് ഒരാൾ എഴുതുന്ന സംഭവമല്ലേ, അല്ലാതെ പൊട്ടിപ്പറവട്ട സംഭവം ഒന്നുമല്ല. എനിക്ക് എന്നെ ഇത് പല പ്രാവശ്യം പറ്റിയിട്ടുണ്ടെന്ന് പറയിപ്പിക്കൊണ്ടത് ഒരാള് സങ്കടപ്പെടുമ്പോ ഉണ്ണി എന്ത് പറ്റാൻ. നിരാശാജനകമായ ഹതഭാഗ്യവരെ ഒരു ചെറുപ്പക്കാരനാണ് മുൻപോട്ടാ ഞാൻ. നിന്റെ അച്ഛനും ഇത് തന്നെ പറയണം. നിന്റെ തല കണ്ട പോലെ അങ്ങേര് ഹതഭാഗ്യനായി. അച്ഛനെ കൊണ്ടൊന്ന് പുറക്കിക്കൊണ്ടാണ് ഒറ്റ നമ്പർ. എന്താ മനസ്സിലായില്ലേ? സ്ഥിരം ലോട്ടറി എടുക്കലാണല്ലോ അവന്റെ പണി. ഓ, അത് ശരി. 4 പകരം 6 വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങളെ കൺമുമ്പിൽ ഇപ്പോൾ ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് ആര് ചെയ്ത സുഹൃതാ? പറ. എടാ, ഇതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. തുടങ്ങി. ഒരു 5 കോടി അത്ര മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, കൂടുതലൊന്നും വേണ്ട. ഉണ്ണി, ഞാൻ ഒരു കാര്യം പറയാം. ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോ എടുപിടി എന്ന് പറഞ്ഞ അടിക്കൊന്നുമില്ല. ഭാഗ്യദേവത ഭാഗ്യ കടാക്ഷമായിട്ട് ഇങ്ങോട്ട് വരണം. മേശരി, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഭാഗ്യവും മണ്ണാങ്കട്ടയും കുറെ ആൾക്കാര്. ഉണ്ണി, ഇതൊരു തട്ടിപ്പാണ് ഈ ലോട്ടറി എന്ന് പറയണത്. നീ അന്തസ്സായിട്ട് പണിക്ക് പോകാൻ നോക്ക്. സത്യം പറയാല്ല, നിങ്ങൾ കുറെ അന്ധവിശ്വാസികൾ ഈ നാട്ടിലുള്ളിടത്തോളം ഈ നാട് നന്നാവൂല. കുറെ ദൈവവും കുറെ ഭാഗ്യവും. അല്ല രാഘവേട്ടാ, ഞാൻ ആലോചിക്കുന്നതേ, ഈ മന്മഥ എന്താ നാക്കെടുത്താ ഇങ്ങനത്തെ വർത്താനം പറയുന്നത്? ദൈവമില്ല, അതാണ് ഇങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ സത്യം പറയാം, ഇയാൾക്കെന്തോ വലിയ ദോഷം വരാനിരിക്കുക. ദോഷം വന്നു. അവന്റെ പേഴ്സ് ഇടാൻ മറന്നിട്ടാ പോയെ. മറന്നോ? അയ്യോ, വർത്താനം പറഞ്ഞിരുന്ന മറന്നു വെച്ചിട്ട് പോയല്ലേ? അതല്ല തന്നെ. ഒന്നാണ്. അയ്യോ, ദേ കാശുണ്ട്. കാശുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് കൊണ്ട് കൊടുത്തു. ലോട്ടറി ഒന്നും ഇല്ലല്ലോ. ഉണ്ട്. ലോട്ടറി എപ്പൊ ലോട്ടറി ആവട്ടാ, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വലിയ ലോട്ടറി കച്ചവടം തുടങ്ങിക്കൂടെ? എന്തിന്? എനക്ക് ഇവിടുന്ന് കടം കിട്ടൂല. അത് എനിക്ക് അങ്ങനെ എല്ലാം എടുത്തിട്ട് കൊണ്ടല്ല, കട എടുത്തിട്ടല്ലേ? അടിക്കണ്ടാവട്ടാ. ഒരു 5 കോടി അത്രയും ആഗ്രഹിക്കുന്നില്ലോ. പക്ഷേ അച്ഛനെ രക്ഷപ്പെടുത്തണം. അച്ഛനൊരു 10,000 കൊടുക്കണം, അമ്മക്കൊരു 15, 3 പങ്കത്തിന് 5,500, 50 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്ത് ബാക്കി മതി നമുക്ക്. സ്വപ്നം കണ്ട് നടക്കിയതല്ലേ? കറ്റി പഠിച്ച് കുറ്റി പോലെ എന്റെ പേരെ വന്നോ? പണിയെടുക്കടാ പോയിട്ട് എന്തെങ്കിലും പണിയെടുത്തു. നിങ്ങളുടെ ഈ കൈ കൊണ്ട് എത്തുന്ന ഓരോ സാധനം എടുത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പണിയെടുക്കുന്നത്? ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്. അത് പണി. അന്നേരം 500 രൂപ കടന്നോട്ട്. കടം